ഇനി മുളാട്ട് ഹൗസിന്റെ ഒന്നാം നിലയിലേക്ക്. സ്റ്റെയർ അവസാനിക്കുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ ലൈറ്റിംഗ് ആണ് വീട്ടിലുള്ളത്. ലിവിംഗ് ഏരിയ കൂടാതെ 2 ബെഡ്റൂമുകളും ഒന്നാം നിലയിലുണ്ട്. ലിവിംഗ് ഏരിയയ്ക്ക് ഇരുവശങ്ങളിലുമായാണ് ബെഡ്റൂമുകൾ. ഒന്നാം നിലയിൽ ലിവിംഗിനും ബെഡ്റൂമുകൾക്കുമെല്ലാം ഓപ്പൺ ബാൽക്കണിയുണ്ട്. ഏക്കർ പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട് വീടിന്റെ സൂപ്പർ സ്ട്രക്ചറിന്. വിശാലമായ ലോണും എലിവേഷനോട് കൂടിയുള്ള എക്സ്റ്റീരിയേഴ്സുമാണ് ഈ വീടിന്റെ പ്ലസ് പോയിന്റ്സ്. അപ്പോൾ അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്ന പല ബിൽഡിങ്ങുകളും നമ്മൾ കാണിച്ചു. ആ കൂട്ടത്തിൽ ഇതിനോട് സാമ്യം വരുന്നൊരു ബിൽഡിങ്ങും കാണിച്ചിരുന്നു. അതനുസരിച്ച് നമ്മുടെ ഐഡിയാസ് എല്ലാം ആ കോൺട്രാക്ടറോട് പറഞ്ഞു. അങ്ങനെ ആർക്കിടെക്ട് അതനുസരിച്ചൊരു ഡിസൈൻ എനിക്ക് റെഡിയാക്കി തരികയാണ്. അപ്പോൾ അത് ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. എലിവേഷനിലും മാറ്റം വരുത്തി, പ്ലാനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി. അവർ തരുമ്പോൾ കാർ പോർച്ച് വീടിൻ്റെ സെൻട്രലായിരുന്നു. അത് 2 സൈഡിലേക്കാക്കി 2 കാർ പോർച്ചാക്കി സൗകര്യാർത്ഥം. പിന്നെ സ്ഥലം എനിക്ക് 1.25 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ ലോൺ കൂടി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീട് സ്ഥലത്തിൻ്റെ സെൻട്രലാക്കി മാറ്റുകയും അതനുസരിച്ചാണ് വീട് നിർമ്മിച്ചത്. അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഞാൻ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നു എനിക്ക് സ്പേഷ്യസ് ആയിട്ടായിരിക്കണം എല്ലാ റൂമുകളും. അതനുസരിച്ച് സ്പേഷ്യസ് ആയിട്ട് തന്നെയുള്ള ബെഡ്റൂംസാണ് അറേഞ്ച് ചെയ്തത്. 5 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ കൂടാണ്ട് കർട്ടൻ ഇൻറ്റീരിയർ ഡെക്കറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർട്ടൻ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ തന്നെയാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഡിസൈൻസ് അറേഞ്ച് ചെയ്തത്. അതനുസരിച്ച് കർട്ടനും അതുപോലെ ജിപ്സം സീലിംഗ് വർക്കെല്ലാം അതേ രീതിയിലാണ് ചെയ്തത്. ഇലക്ട്രോണിക് സർവൈലൻസ് ഉള്ള വീടാണ്. വീടിന്റെ ഇന്റീരിയറിനേക്കാളുപരി എക്സ്റ്റീരിയർ തന്നെയാണ് മുളാട്ട് ഹൗസിന്റെ ആകർഷണീയത.